ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് കൂട്ടുകാരനും ബ്ലോഗ്. നമ്മളിതേ കൊയ്ത്തൊക്കെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോൾ ലോഡിംഗ് ഒക്കെ തീരാറായി. ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, എനിക്ക് ഈ കൊയ്ത്ത് വിഷം കാണുമ്പോഴേ ബാഹുബലിക്കകത്ത് മറ്റേ വില്ലൻ വരുന്ന വണ്ടി, ആ കൊയ്ത്ത് വിഷം അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. പിന്നെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ കണ്ടോ, നമ്മളൊന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ അത് ഇവിടെ വന്ന് ഓടി വന്ന് കൊയ്ത് നെല്ലായി, കച്ചി വേറെ നെല്ല് വേറെ, അങ്ങനെ എല്ലാം മാറും. വീണ് കിടക്കുന്ന നെല്ല് വരെ അത് തൂത്തുവാരി കൊയ്ത് എടുത്തുകൊണ്ട് പോകും അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 3 മാസം 3.5 മാസത്തെ കഷ്ടപ്പാടാണ് അത്. അന്നൊക്കെയാണ് പക്ഷെ കാണാൻ രസം കേട്ടോ. നമുക്ക് ഞങ്ങൾ സ്കൂൾ വിട്ടിരുമ്പോൾ അമ്മയൊന്നും ഇവിടെ കാണില്ല. അപ്പം ഞങ്ങൾ പോകും, ഏകദേശം രൂപം വെച്ചിട്ട് അവരിടുന്ന ഷർട്ടൊക്കെ നമുക്കറിയാം, ദൂരെ ആയിരിക്കും. നമ്മൾ റോഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് ആ കളർ എൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെയൊക്കെ നിന്ന കാലമുണ്ട്. നല്ല രസമായിരുന്നു അന്നൊക്കെ. വിഷു സമയമാകുമ്പോൾ ഒരു പ്രത്യേകതയാണ് ഇവിടെയൊക്കെ കൊയ്ത്തും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ മറ്റേ കറ്റ കാലുകൊണ്ട് മെതിക്കുന്ന ആ സമയമല്ലായിരുന്നു. അതിന് മറ്റേ എന്നാ മെതി മെഷീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കറ്റ ഇങ്ങനെ ഒരു ഹോൾ വഴി ഇട്ട് പോകുമ്പോഴത്തേക്ക് കച്ചി വേറെ നെല്ല് വേറെ വരുന്നൊരു ഇതുണ്ടായിരുന്നു. എങ്കിലും കറ്റയൊക്കെ കിട്ടുന്നതിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അത് ഈ അമ്മ ഉണ്ടോ, അതിങ്ങനെ താഴ്ചയാണ് കേട്ടോ, അങ്ങോട്ട് മെഷീൻ ഇറങ്ങില്ല. അമ്മ ദേ കൊയ്ത് കറ്റ കെട്ടി കണ്ടോ, തന്നെ കറ്റ കെട്ടിയാണ്. ഓരോരുത്തരുടെ കറ്റയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കിട്ടുന്ന രീതിയുണ്ട് കേട്ടോ. കാരണം ഓരോ കളം തിരിച്ചു കൊടുക്കും, ഇന്ന നേരം ഇത്ര പേർക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ കറ്റ കണ്ടിട്ടാണ് അവർ ഇന്ന ആളുടെ കറ്റയാണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടോ, കറ്റ കെട്ടി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ദാനുട്ടോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവനൊരാഗ്രഹം, ഈ കറ്റ ഒന്ന് എടുക്കണം. അപ്പോൾ കുഞ്ഞല്ലേ, ഞാൻ ചൊറിയുമെന്നൊക്കെ പറഞ്ഞിട്ടും കറ്റയല്ലേ. അപ്പോൾ പക്ഷെ അവനത് വേണം, തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേ അതൊന്ന് തലയിൽ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ഉടനെ അമ്മ അത് കയ്യിൽ വെച്ച് കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവനത് എന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന അരിയാണത്, ഇത് ഉണക്കി ഇതാക്കിയിട്ടാണ് അരിയാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. നമ്മളിവിടെ കൈത വെച്ചിട്ടുള്ള പായ ഉണ്ടായിരുന്നു വലുത്, അതിട്ടിൽ ഈ നെല്ല് കൊണ്ടുവന്നിട്ട് വലിയ കലത്തിലിട്ട് പുഴുങ്ങിയിട്ട് അതിങ്ങനെ നിരത്തിയിട്ടിട്ട് നമ്മളെ ആരെങ്കിലും നോക്കാനിരുത്തും. എന്നിട്ട് ഈ ഉപ്പൂറ്റി വെച്ചിട്ട് ഇങ്ങനെ തെന്നിക്കുമ്പോൾ ഈ നെല്ലേന്ന് അരി വിട്ട് വരും. ഇങ്ങനെ കടിച്ചു പോകുമ്പോൾ കടുകടാന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അരി ഉണങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കൂടുതലും വിഷു സമയമാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ അമ്പലമാണ്, അവിടുത്തെ ഉത്സവം വിഷുവിനാണ് കൊടിയേറുന്നത്. അതുകൊണ്ട് കാപ്പിപ്പൊടി ഉണക്കൽ, അരി ഉണക്കൽ നല്ല രസമാണ് കേട്ടോ ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.